കോഴിക്കട്ട എല്ലാരും ഉണ്ടാക്കുന്നതാണ്. അത് നമുക്കൊരു കളർഫുൾ കോഴിക്കട്ട ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പം പിന്നെ ഇതാ നീ പറഞ്ഞ കളർഫുൾ കോഴിക്കട്ട എന്ന് പറയുന്നത് ഇതും കൊണ്ട് ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഒരു ടൈപ്പ് ഇത് കണ്ട, ഇതൊരു ടൈപ്പ്. ഓക്കെ, ഇത് അതേ ഇത് തന്നെ 5 ഇതളിൻ്റെയാ. കോഴിക്കട്ടകളുള്ള സാധനമാണ് ഇപ്പം ഞാൻ ഈ എടുത്തു വെച്ചത്. ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിനെ നല്ല കളറായി, ഇനി പാകത്തിനായി. ഇനി നമുക്കിതേ കുറച്ചൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. അരക്കപ്പ് അവിലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കട്ടെ. ശർക്കര ഉരുക്കി വെച്ചത്, ഒരു 3 കട്ട ശർക്കര ഉരുക്കി വെച്ചാണ് ഇത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാം ബോളാക്കി വെച്ച്, വലുതും ചെറുതും ഒക്കെ ഉണ്ട്, കിട്ട് വേഗം ആവാൻ വേണ്ടിയിട്ട്. എന്താ പിന്നെ ആലോചിച്ചിരിക്കുന്നത്? അതെ അതെ, കല്യാണത്തിന് പോയി വന്ന ക്ഷീണത്തിലിരിക്കുക. ബിരിയാണി അടിച്ച അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു. ആയിക്കോട്ടെ. അപ്പൊ അതേ, ഞാൻ ഇപ്പൊ വിചാരിക്കുന്നേ നമുക്കൊരു 4 മണി പലഹാരേ കോഴിക്കട്ട ഉണ്ടാക്കിയാലോ? എല്ലാരും ഉണ്ടാക്കണല്ലേ ഈ കോഴിക്കട്ട എന്ന് പറഞ്ഞത്? അതല്ല, കോഴിക്കട്ട എല്ലാരും ഉണ്ടാക്കുന്നതാണ്. അത് നമുക്കൊരു കളർഫുൾ കോഴിക്കട്ട ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അല്ലേ? അപ്പൊ നമുക്ക് പുറകെ വന്നോളൂ കേട്ടോ. അപ്പൊ പിന്നെ ഇതാ നീ പറഞ്ഞ കളർഫുൾ കോഴിക്കട്ട എന്ന് പറയുന്നത് ഇതും കൊണ്ട് ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും ഞാൻ കഴിച്ചിട്ടില്ല. അത് കഴിച്ചിട്ടില്ലല്ലോ? കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഈ കളർഫുൾ ആയിട്ടുള്ള കഴിച്ചിട്ടില്ല. ഇത് കണ്ടിട്ട് ആരും പൊങ്കാല ഇടാൻ വരല്ലേട്ടാ. നമ്മള് ഇത് ഓരോന്ന് കഴിച്ചു നോക്കിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. കഴിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടില് ഇത് ഉണ്ടാക്കാറുണ്ട് ഈ സാധനം. അതുകൊണ്ട് അതപ്പോ ഏട്ടനിപ്പോ കഴിച്ചിട്ടില്ലല്ലോ, ഉണ്ടാക്കിയാലല്ലേ അറിയുള്ളൂ. അപ്പൊ ഞാൻ കഴിച്ചതുകൊണ്ടല്ലേ ധൈര്യത്തിൽ ഉണ്ടാക്കുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞാ നമ്മുടെ ഇവിടെ വീട് കണ്ട ആളവിടെ ഇരിക്കുന്നുണ്ട്. അതാ ഹായ് പറയുന്നു. 2 ദിവസം കണ്ട ജഗ ജില്ലയായിരിക്കും ഇവിടെ അല്ലേ? ഭയങ്കര തിരക്കായിരിക്കും. കല്യാണ വീടാ. വീടൊക്കെ പണി കഴിഞ്ഞു. ഞങ്ങള് കല്യാണത്തിന് ഏതായാലും അവിടെ ഒക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ കുറച്ചേ ഉള്ളു, നമുക്ക് അപ്പുറത്ത് ഒന്നുണ്ട് പൊട്ടിക്കാട്ടാ. ഇത് ഞാൻ ഒന്നിങ്ങനെ വലിച്ചു കെട്ടിയത് കൊണ്ടേ കുറച്ച് പൂ കുറഞ്ഞിട്ടുണ്ട് ഇതില്. ബാക്കിയൊക്കെ മൊട്ട് ഇതായി പോയി, വാടി. ഇത്ര പൂ കിട്ടി, കുറച്ച് അവിടെയും കൂടി ഉണ്ട്. അത് പറിക്കാം. അത് ഞാൻ കവറിൽ നട്ടു വെച്ചതാ. ഗായ്സ്, ഇത് വേറെ ശംഖുപുഷ്പാണ് കേട്ടാ. ശംഖുപുഷ്പം എന്ന് പറഞ്ഞാ ഇത് ഒരു ടൈപ്പ്. ഇത് കണ്ട, ഇതൊരു ടൈപ്പ്. ഇത് അതേ ഇത് തന്നെ 5 ഇതളിന്റെയാ. 2 ടൈപ്പാണതല്ലേ? 2 ടൈപ്പ്. അതിൽ ഇത് നല്ല കളറാണ്, ഇതിന് കുറച്ച് ലൈറ്റ് കളറാ. ഇതിന് നല്ല കളറാ. ഇതാ ഉണ്ടായിക്കണ വേണ്ട. കോഴിക്കട്ടകളുള്ള സാധനമാണ് ഇപ്പൊ ഞാൻ ഈ എടുത്തു വെച്ചത്. ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇത് ശംഖുപുഷ്പം നല്ലോണം വെള്ളത്തിലൊന്ന് നല്ലോണം കഴുകുക, അതിലെന്തെങ്കിലുമൊക്കെ പോവാൻ. എന്നിട്ട് ഇത് കഴുകി ഊറ്റിയിട്ടേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം നമുക്ക്. ഇത് ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഇത് ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേക്ക് ഇത് കളർ വിട്ട് വരും. നമ്മുടെ ശംഖുപുഷ്പം ഇതാ തിളപ്പിച്ചപ്പോൾ നല്ല കളർ വന്നു. ഇത് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അല്ല, ഇതിലില്ല, ഇത് കണ്ടില്ലേ, ആ കളർ അതിലേക്ക് പോകുന്നു. ഇതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം, കുറച്ച് മതി. ഇനി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കേ, മതി. വെള്ളം തിളച്ചു, നമുക്കിത് ഇട്ട് കൊടുക്കാട്ടാ. അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല വയലറ്റ് കളർ വരുന്നുണ്ടല്ലേ. അതിന് നല്ല കളറായി, ഇനി പാകത്തിനായി. ഇനി നമുക്കിതേ കുറച്ചൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. ഇത് ഉരുട്ടണെങ്കിലേ ഒന്ന് തണുക്കണം. അതാണ് കളറ്. ഇനി നല്ല കളറിൽ വരും അത്.
ഞാൻ ചട്ടി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അവലും പഴവും എല്ലാം കൂടി ഒന്ന് വിളയിച്ചെടുക്കുക. അതിന് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നേരത്തെ ഒഴിച്ചത് മാവ് ഒന്ന് വാട്ടിയെടുക്കുമ്പോഴേക്ക് ഉരുട്ടുമ്പോൾ കയ്യിൽ ഒട്ടാണ്ടിരിക്കാണ് കേട്ടോ. നെയ്യിട്ട് ചൂടായി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി കുറച്ചിട്ട് കൊടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പം എല്ലാവരും കോഴിക്കട്ട ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഞാൻ ഇത് ചേർത്തുന്നേ ഉള്ളൂ. 1/2 കപ്പ് അവലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 കപ്പ് നാളികേരമുണ്ട്, ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസ് നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ചത് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചത്, ഒരു 3 കട്ട ശർക്കര ഉരുക്കി വെച്ചാണ് ഇത് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ പഴമൊക്കെ നമ്മൾ ചേർക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കട്ടെ. ഇപ്പോൾ ചിലർ ചേർക്കും, ചിലർ ചേർക്കില്ല. അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എന്തും ചേർക്കാം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ ചേച്ചിയെ, അടുക്കളയിൽ ഞങ്ങളേ ഇന്നൊരു കോഴിക്കട്ട ഉണ്ടാക്കാന്ന് വിചാരിച്ചു. 4 മണിക്ക് കഴിക്കണ്ട. ആ ചേച്ചി വന്നാൽ നന്നായി. രാവിലെ കുറെ നോക്കി ഞാന്, കണ്ടില്ല. എവിടെ പോയിണ്ടായിരുന്നാ? അതെ, ഇത് നോക്കിയേ. ആ, അവല് കോഴിക്കട്ട നിറയ്ക്കാനേ ഞാൻ പായമൊക്കെ ചേർത്തു അതില്. നമുക്ക് ഇതിലേക്ക് തേങ്ങയും പഞ്ചസാരയൊക്കെ വിളയിച്ചില്ല, അത് നിറയ്ക്കാട്ടാ. ഇങ്ങനെ ഒരു ബോള് നമുക്ക് ആക്കിയെടുക്കാട്ടാ. അങ്ങനെ എല്ലാം ബോളാക്കി വെച്ചു. വലുതും ചെറുതും ഒക്കെ ഉണ്ട്, കിട്ട് വേഗം ആവാൻ വേണ്ടിയിട്ട്. എന്താ ഇനി നമുക്കിതിനെ ഇതിലാണ് ഞാൻ വെക്കുന്നത്. എനിക്ക് സ്റ്റീം ചെയ്യുന്ന പാത്രം ഇതാണ്, അതിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ സ്റ്റീം ചെയ്യാൻ വെച്ചു. ഇതൊന്ന് അടച്ചു വെക്കുക. 5 മിനിറ്റ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ കളർഫുള്ള് കോഴിക്കട്ട റെഡിയായി. നോക്കിയാൽ നല്ലോണം വെന്തിട്ടുണ്ട്. ഉണ്ടാ ഏട്ടൻ കഴിച്ചു നോക്കണ്ടാ? ഞാനാ ടേസ്റ്റ് നോക്കുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ ടേസ്റ്റ് നോക്കിയ. ചേച്ചിയെ ടേസ്റ്റ് നോക്കിയ ചേച്ചി ടേസ്റ്റ് നോക്കട്ടെ. അങ്ങനെ കോഴിക്കട്ടയും ബ്ലാക്ക് കോഫിയും. കോഫി കുടിച്ചോളൂ. എന്താ പാട് ചേച്ചി? എന്താ പാട്? നല്ല രുചിയുണ്ട്, ടേസ്റ്റ്. അങ്ങനെ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. കളറും ഇങ്ങനെ മാറി എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇത് വെറും വെള്ളം ഇങ്ങനെ കുടിക്കുന്നതിനേക്കാൾ ഇങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് കഴിക്കുന്നത് നല്ലതല്ലേ. അങ്ങനെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വേറെ ഒരു റെസിപ്പിയുമായിട്ട് വരുന്നതാണ്. ഓക്കെ, ബൈ.